ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഐതിഹ്യങ്ങൾ നിറഞ്ഞ അനേകം മനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിൽ പ്രശസ്തമായ ഒരു മനയാണ് തൃശ്ശൂർ ജില്ലയിലെ പാമ്പുമേക്കാട്ട് മന. നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മഴയെല്ലാം മാറി. ഇവിടെ ഇടതൂർന്നു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നാഗാഭരണത്തോടെ നിലകൊള്ളുന്ന ശിവലിംഗമുള്ള കൂറ്റൻ കവാടം. കവാടത്തിൽ വാസുകിയുടെയും നാഗയക്ഷിയുടെയും ശില്പങ്ങളും കാണാം. കമാനം പുതുക്കിപ്പണിത തീയതിയാണിത്. കവാടം കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ മതിലുകളിൽ നിരന്ന നാഗരൂപങ്ങൾ. ഇങ്ങോട്ട് കയറുമ്പോൾ ഭക്തി നിർഭരമായൊരു ഭീതി മനസ്സിൽ നിറയും. മതിലിന് എതിർവശത്ത് ഒരു കിണറുണ്ട്. അവിടെ ഒരു വലിയ നാഗശില്പവും അതിന്റെ സമീപത്ത് ധാരാളം ചെറിയ നാഗങ്ങളുടെ ശില്പങ്ങളും ചിതൽപുറ്റുകളും നമുക്ക് കാണാം. മനയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെങ്ങും സർപ്പസാന്നിധ്യമുള്ളതുപോലെ തോന്നും. തണുത്ത കാറ്റ് പൊഴിച്ച് വള്ളിപ്പടർപ്പുകൾ വിരിച്ചു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ. മനയ്ക്ക് ചുറ്റും 5 കാവുകളാണ് ഉള്ളത്. വിഗ്രഹ പ്രതിഷ്ഠയില്ല. വഴിപാട് വിവരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദേവാലയമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ ഭക്തർക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്നാൽ കെടാവിളക്ക് കാണും. അത് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. മിഥുനം, കർക്കിടകം, ചിങ്ങം ഒഴിച്ച് വരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതിയും കന്നിമാസത്തിൽ ആയില്യം, മീനമാസത്തിൽ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലും മേടം 10-നും കർക്കിടകത്തിലെ അവസാന ദിവസവും എല്ലാ ഭക്തജനങ്ങൾക്കും അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഭക്തരെ സഹായിക്കാനായി അവിടെ നമ്പൂതിരിമാരുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിനുള്ള വഴിപാടുകൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സർപ്പാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ട് മന. തൃശ്ശൂരിലെ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. സർപ്പദോഷം മാറ്റാനും ആരാധനയ്ക്കുമായി ഒട്ടേറെ പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ മനയെക്കുറിച്ച് കേട്ട ഒരു ഐതിഹ്യം പറയാം. ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കണം എന്ന പ്രാർത്ഥനയുമായി മനയ്ക്കലെ മൂത്ത നമ്പൂതിരി ചരിത്ര പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം ഭജനമിരുന്നു. ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ ഒരു മാണിക്യക്കല്ലുമായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സർപ്പരാജന്റെ സാന്നിധ്യം തന്റെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും തന്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും നമ്പൂതിരി വാസുകിയോട് അപേക്ഷിച്ചു. മനയ്ക്കൽ മടങ്ങിയെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. കുറച്ചു കഴിഞ്ഞപ്പോൾ മേക്കാട്ടില്ലത്തെ മൂത്ത അന്തർജനം അവിടെ എത്തി. ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു അവർ. അന്തർജനം തന്റെ ഓലക്കുട ഇറയത്ത് വെച്ച് അകത്തേക്ക് കയറി. ഒരു പാമ്പ് കുടയിൽ നിന്നിറങ്ങി പതുക്കെ കിഴക്കിനിയിലേക്ക് നീങ്ങി. അത് നാഗയക്ഷിയായിരുന്നു അത്രേ. ഇവിടെ നിന്നും പ്രസാദമായി തരുന്ന വിളക്കിലെ എണ്ണ കൈ നക്കാതെ വേണം സേവിക്കാൻ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രസാദം കദളിപ്പഴവും എണ്ണയും മഞ്ഞളുമാണ്. വഴിപാട് ചെയ്യുന്നവർക്ക് പായസവും ഉണ്ട്. ഊട്ടുപുരയുണ്ട് ഇവിടെ. നട തുറക്കുന്ന ദിവസങ്ങളിൽ അന്നദാനം നടത്താറുണ്ടത്രേ. ഇന്ന് നട തുറക്കുന്ന ദിവസം അല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് തൊഴുത് ഞങ്ങൾ മടങ്ങി. വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്യക്കല്ല് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും വ്യക്തമായി അറിയില്ല. എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്യക്കല്ലിന്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നാഗയക്ഷിയുടെയും വാസുകിയുടെയും ഈ ഐതിഹ്യമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ടുമനയിൽ സർപ്പാരാധന പ്രധാനമായതിന് തെളിവായി കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.